ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വരുൺ റൂമിലേക്ക് എത്തിയതിനു ശേഷം അവിടെ ഇരിക്കുന്ന പ്രിയങ്കയെ നോക്കി പറഞ്ഞു, അത് ഞാൻ വലിയ ഭാഗ്യവാനാണെന്നാണ് എൻ്റെ കൂട്ടുകാരെല്ലാവരും പറയാറുള്ളത്. ഇങ്ങനെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, എന്ത് ആവശ്യം പറഞ്ഞാലും അതെല്ലാം സാധിച്ചു തരുന്ന ഒരച്ഛനെയും അമ്മയും കിട്ടിയത്. സത്യത്തിൽ ഞാൻ ഭാഗ്യവാൻ തന്നെയാണ് ഇങ്ങനൊരു കുടുംബത്തിൽ വന്നു ചേർന്നത്. എന്നാൽ അതിനേക്കാളേറെ ഭാഗ്യം, ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു. തന്നെ എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞതാടോ എൻ്റെ ഈ ജന്മത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അത് മാത്രമല്ല, തനിക്കൊരു കാര്യം അറിയോ? നമ്മളിപ്പോൾ ഒരുമിച്ച് ഒരു റൂമിൽ കഴിയുന്നത് ഇപ്പോഴായിരിക്കാം, പക്ഷേ തന്നെ കണ്ട നാൾ മുതൽ മനസ്സുകൊണ്ട് താൻ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി എനിക്ക് തന്നോട് പറയാതിരിക്കാനാവില്ല. ഈ ജന്മത്ത് ഞാൻ ഇത്രമേൽ ഒരാളെയും സ്നേഹിച്ചിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് തന്നെ മാത്രമാണ്. ഈ ലോകത്ത് ഇത്രത്തോളം ഒന്നിനെയും ഞാൻ സ്നേഹിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ഇന്ന് ആ സ്വപ്നം സഫലമായിരിക്കുകയാണ് എന്നല്ല വരുൺ പറഞ്ഞിട്ടും അവിടെ ഇരിക്കുന്ന ആള് ഒന്നും തന്നെ പറയുന്നില്ല. സാരി തലപ്പുകൊണ്ട് മുഖം മൂടിയിരിക്കുന്ന ആളുടെ മറുപടി ഒന്നും കേൾക്കാതായതോടെ വരുണാകെ സംശയമായി. എന്താടോ താനൊന്നും മിണ്ടാതിരിക്കുന്നത്? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു മറുപടി പോലും തന്റെ ഭാഗത്തു നിന്നില്ലല്ലോ, എന്തു പറ്റിയടോ എന്ന് ചോദിച്ച് വരുൺ അരികിൽ ചെന്ന് പ്രിയങ്കയെ വിളിച്ചു. എന്നിട്ടും ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് വരുൺ പ്രിയങ്കയുടെ അരികിൽ ചെന്ന് ആ സാരി തലപ്പ് മാറ്റുന്നു. അപ്പോഴാണ് വരുൺ ഇത്രയും നേരം സംസാരിച്ചിരുന്നത് ഒരു പാവയോടാണെന്നും സാരി തലപ്പ് മാറ്റിയപ്പോൾ അവിടെ ഒരു ബൊമ്മ ഇരിക്കുന്നത് കണ്ടതോടെ വരുൺ ആകെ ഞെട്ടി. അയ്യേ, ഇതെന്താ എന്ന് ചോദിച്ചുകൊണ്ട് വരുൺ ബഹളം വെച്ചതും പുറത്ത് വാതിലിനരികിൽ നിന്നിരുന്ന മുത്തശ്ശിയും അമ്മയും ബിജുവും പിന്നെ കുറച്ച് ചേച്ചിമാരും കൂടി ചിരിച്ചുകൊണ്ട് കൈയടിച്ച് അകത്തേക്ക് കയറി വന്നു. അയ്യേ, ചമ്മിപ്പോയേ എന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കിക്കൊണ്ട് വരുൺ അരികിലേക്ക് എത്തിയതും വരുൺ എല്ലാവരും നേരെ ദേഷ്യത്തോടെ നോക്കി. അപ്പൊ ശരി, നിങ്ങളെല്ലാവരും കൂടി എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ? ബിജു, നീയല്ലേടാ എന്നെ ഇങ്ങോട്ട് കയറ്റിവിട്ടത്? ആര് പറഞ്ഞിട്ടാടാ? ഇത് നിന്റെ കളിയായിരുന്നോ? മനഃപൂർവ്വം നീ എന്നെ പറ്റിച്ചതാണല്ലടാ എന്നെല്ലാം ബിജുവിനോട് വരുൺ ദേഷ്യപ്പെട്ടു. അത് കേട്ടതും ബിജു പറഞ്ഞു, എൻ്റെ വരുണേ, ഇത് ഞാനല്ല, ദാ ഈ മുത്തശ്ശിയും അമ്മയും ഒക്കെ ചേർന്ന് നടത്തിയ പരിപാടിയാ എന്ന് പറഞ്ഞതും അത് കേട്ട പത്മിനി പറഞ്ഞു, മോനെ, ഇക്കാര്യത്തിൽ ഞാൻ നിരപരാധിയാണേ, ഞാനിതിലൊന്നും പങ്കെടുത്തിട്ടില്ല. ഇതെല്ലാം ദാ മുത്തശ്ശിയുടെ കളികളാ, മുത്തശ്ശിയോട് തന്നെ ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, എടാ മോനെ, ചെറിയ ചെറിയ കുസൃതികളൊക്കെ വേണ്ടേ? നിന്റെ മനസ്സിലുള്ളതൊക്കെ സത്യമാണോന്നും പ്രിയങ്കയോടുള്ള നിന്റെ സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയണ്ടേ? അതുകൊണ്ട് ഞങ്ങൾ വെറുതെ ഒരു കുസൃതി ഒപ്പിച്ചതല്ലേ എന്ന് പറഞ്ഞതും വരുണാകെ വിഷമത്തോടെ മുത്തശ്ശിയെ നോക്കി. എന്നിട്ട് പറഞ്ഞു, എന്തായാലും ഇത് ഇത്തിരി കടന്നുപോയ മുത്തശ്ശി, ഞാൻ ഇത്രയൊക്കെ സംസാരിക്കുകയും ചെയ്തില്ലേ, എൻ്റെ മനസ്സിലുള്ളതൊക്കെ ഞാൻ തുറന്നു പറഞ്ഞില്ലേ എന്ന് പറഞ്ഞതും വരുണിനെ നോക്കി മുത്തശ്ശി പറഞ്ഞു, അതിനെന്താ, ഇനി എൻ്റെ പൊന്നുമോനെ ശരിക്കുള്ള മണിയറയിലേക്കല്ല ഞങ്ങൾ കൊണ്ടുപോയി വിടുന്നത്. ഇനി നിനക്ക് നിന്റെ പെണ്ണോട് എത്ര വേണമെങ്കിലും സംസാരിക്കാമല്ലോ, ഞങ്ങൾ എന്തായാലും കളിപ്പിക്കത്തുമില്ല, മോൻ പൊക്കോ എന്ന് പറഞ്ഞ് പത്മിനിയും മുത്തശ്ശിയും ബിജുവുമൊക്കെ വരുണിനെ യഥാർത്ഥത്തിലുള്ള മണിയറയിലേക്ക് കൊണ്ടുപോയി കയറ്റുന്നു. വരുൺ അവിടേക്ക് കയറിയതും ആകെ വിഷമത്തോടെ വരുൺ അങ്ങനെ നിൽക്കുമ്പോൾ അകത്ത് പ്രിയങ്ക വന്ന് കയറുന്നതിനായി കാത്തിരുന്നു. അപ്പോഴേക്കും അല്പസമയത്തിനുള്ളിൽ വാതിൽ തുറന്ന് ഒരാൾ അകത്തേക്ക് കയറി വരുന്നത് വരുൺ കണ്ടു. വളരെ സന്തോഷത്തോടെ വരുൺ പ്രിയങ്കയെ സ്വീകരിക്കാനായി അങ്ങനെ നോക്കിയിരുന്നു. വരുണിന്റെ അരികിലേക്ക് പ്രിയങ്ക കയ്യിൽ ഒരു ഗ്ലാസ് പാലും പിടിച്ചുകൊണ്ട് പതുക്കെ നടന്നു വരുന്നത് കണ്ട് വരുൺ വളരെ സന്തോഷത്തോടെ പ്രിയങ്കയെ നോക്കുന്നു. പതിയെ പ്രിയങ്കയുടെ കാലിലേക്ക് തന്നെ വരുൺ നോക്കി. ഒരു അണ്ണനട പോലെ അകത്തേക്ക് നടന്നു വരുന്ന പ്രിയങ്കയെ നോക്കി പുഞ്ചിരിയോടെ വരുന്നിരുന്നു. പ്രിയങ്കയുടെ കയ്യിൽ പിന്നീട് ഗ്ലാസ് ഇരിക്കുന്നത് വരുൺ ശ്രദ്ധിച്ചു. അതിനുശേഷം പതിയെ പതിയെ തൻ്റെ അരികിലേക്ക് എത്തിയ ആളുടെ മുഖത്തേക്ക്, തനിക്ക് നേരെ ആ ഗ്ലാസ് നീട്ടിയ ആളുടെ മുഖത്തേക്ക് വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് വരുൺ അങ്ങനെ നോക്കിയതും ചിരിച്ചുകൊണ്ട് തൻ്റെ നേരെ ആ പാലിൻ്റെ ഗ്ലാസ് നീട്ടിയിരിക്കുന്ന ആളെ കണ്ടതോടെ, ആ മുഖം കണ്ടതോടെ വരുണാകെ ഞെട്ടി. ഞെട്ടിലൂടെ ചാടി എഴുന്നേറ്റു. നീ ഏതാ എന്ന് ചോദിച്ചു. അത് കേട്ടതും പ്രിയങ്കയെ പറഞ്ഞു, ഞാൻ പ്രിയങ്ക. അപ്പോഴേക്കും വരുൺ വീണ്ടും പറഞ്ഞു, അല്ല, നീ എൻ്റെ പ്രിയങ്കയൊന്നുമല്ല. പ്രിയങ്ക എവിടെ? ദേ പെണ്ണെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മറ്റുള്ളവരുടെ ഒപ്പം തുള്ളാനാണോ നീ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? സ്വന്തം മണിയറയിൽ തൻ്റെ പ്രിയപ്പെട്ടവളെ കാത്തിരിക്കുന്ന ഒരു ചെറുക്കൻ്റെ റൂമിലേക്ക് കയറി വരുന്നത്, അതിന് നിനക്ക് നാണമില്ലേ? ഇങ്ങനെയൊക്കെ കയറി വരാൻ, ഇതുപോലൊക്കെ വേഷം കെട്ടാൻ, മറ്റുള്ളവർക്കൊപ്പം നിൽക്കാൻ നിനക്ക് നാണമില്ലേ എന്നൊക്കെ പ്രിയങ്കയോട് ദേഷ്യപ്പെട്ടു. ഇതൊന്നും ശരിയല്ല, ഇത് ഞാനിപ്പോൾ കാണിച്ചു തരാം. വീണ്ടും എന്നെ കബളിപ്പിക്കാനാണ് എല്ലാവരുടെയും ഭാവം അല്ലേ? ശരിയാക്കി തരാം, എല്ലാവരും ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് വരുൺ ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി. പ്രിയങ്ക ആകെ ഞെട്ടലോടെ ഇതെന്താ ഈ വരുൺ പറയുന്നുള്ള രീതിയിൽ അങ്ങനെ നിന്നതോ. പുറത്തേക്ക് ഇറങ്ങി വന്ന വരുൺ ദേഷ്യത്തോടെ ഹാളിലെത്തി ബിജു ബിജു മുത്തശ്ശി എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുന്നു. അപ്പോഴേക്കും മുത്തശ്ശിയും ബിജുവും അവിടേക്ക് എത്തി. എന്താ മോനെ, എന്ത് പറ്റി എന്ന് ചോദിച്ച് മുത്തശ്ശി അരികിലേക്ക് വന്നതും ഉടനെ ബിജുവിനെ നോക്കി വരുൺ പറഞ്ഞു, എടാ സത്യം പറയടാ, എവിടെ പ്രിയങ്ക എവിടെ? അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, പ്രിയങ്കയല്ലേ മോനെ നിന്റെ കൂടെ നിന്റെ റൂമിലിരിക്കുന്നത് എന്ന് ചോദിച്ചതും മുത്തശ്ശിയുടെ നേരെ
വരുൺ ദേഷ്യപ്പെട്ടു. മുത്തശ്ശി എന്താ ഈ പറയുന്നത്? എന്റെ റൂമിൽ പ്രിയങ്ക ഇരിപ്പുണ്ടെന്നും. അത് പ്രിയങ്കയൊന്നുമല്ല, മറ്റേതോ പെണ്ണാണ്. എനിക്ക് പ്രിയങ്കയെ കാണണം. നിങ്ങൾ എല്ലാവരും കൂടി വീണ്ടും എന്നെ കബളിപ്പിക്കുകയാണോ? ഇപ്പൊ എന്റെ റൂമിലേക്ക് വന്നെന്ന് പ്രിയങ്കയൊന്നുമല്ല. ഞാൻ കണ്ടതും ഇഷ്ടപ്പെട്ടതും വിവാഹം കഴിച്ചതുമൊന്നും ആ പെൺകുട്ടിയല്ല എന്ന് പറഞ്ഞതും വരുണിന്റെ ആ സംസാരം കേട്ട് എല്ലാവരും ഞെട്ടി. നീ എന്തൊക്കെയാ മോനെ ഈ പറയുന്നത്? അപ്പോഴേക്കും പത്മിനിയും പരമേശ്വരനോടേക്ക് എത്തി. എന്താ അമ്മേ, എന്താ പറ്റിയത് എന്ന് ചോദിച്ച പരമേശ്വരൻ വന്ന് അന്വേഷിച്ചതും മുത്തശ്ശി പറഞ്ഞു, കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ഇവനെ പറ്റിച്ചതുകൊണ്ട് ഇവൻ എല്ലാവരെയും പറ്റിക്കാനായി തയ്യാറായിട്ടിരിക്കുകയാണ്. എല്ലാവരോടും അവൻ അവൻ്റെതായ രീതിയിൽ വീണ്ടും ആ പകരം വീട്ടുന്നതാ. ഞാൻ മുമ്പ് ഇവനെ വെറുതെ പറ്റിച്ചില്ലേ, അതിന്റെ പകരം വീട്ടിലാണ് അവൻ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ കാര്യം, അല്ലാതെ വേറൊന്നും അല്ലടാ എന്ന് പരമേശ്വരനോട് പറയുമ്പോൾ വരുൺ പറഞ്ഞു, അല്ല, അങ്ങനെയൊന്നും അല്ല മുത്തശ്ശി, ഞാൻ പറയുന്നത് സത്യം തന്നെയാണ്. ഞാൻ കണ്ട പെൺകുട്ടി ഇതല്ല. ഞാൻ ഇഷ്ടപ്പെട്ട പ്രിയങ്ക ഇതല്ല. എന്റെ പ്രിയങ്കയല്ല ഇപ്പോൾ നിങ്ങൾ എന്റെ റൂമിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ റൂമിലിരിക്കുന്ന ആ പെൺകുട്ടിയുമായിട്ട് ഒരു ജീവിതം നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞതും പരമേശ്വരൻ ആകെ ഞെട്ടി. എന്തൊക്കെ ഈ വിളിച്ചു പറയുന്നത്? അപ്പോഴേക്കും അവിടേക്ക് എത്തിയ ചന്ദ്രശേഖരം ഉർവശിയും ഒക്കെ പറഞ്ഞു, അതേ ഏട്ടാ, എന്താ ഈ പറയുന്നത്? എന്തായാലും ഇപ്പൊ തന്നെ ഇതിന്റെ നിജസ്ഥിതി കണ്ടെത്തണല്ലോ. ആ ദേവനാരായണ തിരുമേനിയെ വിളിച്ചേ, എന്താ കാര്യം എന്നറിയണല്ലോ എന്ന് പറഞ്ഞതും വരുണും പറഞ്ഞു, അതെ, ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയണം. എന്റെ റൂമിൽ വന്നിരിക്കുന്നത് ദേവനാരായണ തിരുമേനിയുടെ മകളല്ല, അതെനിക്ക് തീർച്ചയാണ് എന്ന് പറഞ്ഞു. എല്ലാവരും ആ ഞെട്ടലോടെ നോക്കി. അത് ശരി, ഇതെന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന രീതിയിൽ എല്ലാവരും പരസ്പരം നോക്കുമ്പോൾ ചന്ദ്രശേഖർ ചോദിച്ചു, അല്ല ഏട്ടാ, ഏട്ടൻ എന്താ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാത്തത്? ഇവൻ പറയുന്നത് കേട്ടില്ലേ? ഉടനെ തന്നെ ആ ദേവനാരായണ തിരുമേനിയെ വിളിച്ചു വരുത്ത്. അത് കേട്ടതും പരമേശ്വരൻ പറഞ്ഞു, ഇപ്പൊ എന്തായാലും ദേവനാരായണ തിരുമേനിയെ വിളിച്ചു വരുത്തുന്നില്ല. അപ്പോഴേക്കും വരുണാകെ ടെൻഷനിലായി. വരുണാകെ വിഷമത്തോടെ നോക്കുമ്പോൾ പരമേശ്വരൻ ചോദിച്ചു, അമ്മ അല്ലേ ദേവനാരായണ തിരുമേനിയുടെ വീട്ടിൽ പോയി ഇവിടെ വരുൺ ഇഷ്ടപ്പെട്ട പ്രിയങ്കയുടെ കയ്യിൽ വളയണിയിച്ചത്? അമ്മ ആരുടെ കയ്യിലാന്ന് വളയണിച്ചതെന്ന് ചോദിച്ചതും പെട്ടെന്ന് മുത്തശ്ശിയുടെ മനസ്സിലേക്ക് എത്തിയത് പ്രിയങ്കയ്ക്ക് പകരം അന്ന് രാധികയുടെ കയ്യിൽ ആദ്യം വളയണിയിച്ചതായിരുന്നു. അതിനുശേഷം പ്രിയങ്കയുടെ കയ്യിൽ വളയണിയിച്ചതും മുത്തശ്ശി ഓർമ്മിച്ചു. അത് ഓർത്തതുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു, അന്ന് ഞാൻ പ്രിയങ്കയുടെ കയ്യിൽ തന്നെ വളയണിയിച്ചത്, ഇവിടെ വന്നിരിക്കുന്ന കുട്ടിയുടെ കയ്യിൽ തന്നെ എന്ന് മുത്തശ്ശി മറുപടി നൽകി. അത് കേട്ടതും പരമേശ്വരൻ വീണ്ടും പത്മിനിക്ക് നേരെ തിരിഞ്ഞു. അല്ല, നിങ്ങളല്ലേ ഇവിടെ നിന്ന് പോയി മൈലാഞ്ചി ഇട്ട് കൊടുത്തത്? അതോ അതാരാ അന്ന് മൈലാഞ്ചി ഇടാനായി പോയപ്പോ ഇവിടെ വന്ന് ഇപ്പോ ഇവന്റെ മണിയറയിലിരിക്കുന്ന പെൺകുട്ടിയുടെ കയ്യിലല്ലേ നിങ്ങൾ മൈലാഞ്ചി ഇട്ട് കൊടുത്തത് എന്ന് ചോദിച്ചിട്ടും പത്മിനി പറഞ്ഞു, അതെ, ആ പെൺകുട്ടിയുടെ കയ്യിൽ തന്നെയാണ് ഞങ്ങൾ മൈലാഞ്ചി ഇട്ടത്. അതിനുശേഷം കൽപ്പനയുടെ നേരെ തിരിഞ്ഞ് പരമേശ്വരൻ ചോദിച്ചു, പിന്നെ വിവാഹത്തിന് തലേ ദിവസം ഹൽദി ചടങ്ങാണെന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കൂടി പോയിരുന്നല്ലോ, അപ്പോ കണ്ടതും ഈ പെൺകുട്ടിയല്ലേ എന്ന് കൽപ്പനയോട് ചോദിച്ചപ്പോഴേക്കും കൽപ്പന പറഞ്ഞു, അത് പിന്നെ അച്ഛാ എന്ന് പറഞ്ഞ് മറുപടി പറയാനാകാതെ കൽപ്പനയിൽ നിൽക്കുമ്പോൾ പരമേശ്വരൻ പറഞ്ഞു, അതെ, എന്നാ ഇനി ഇവിടെ കൂടുതൽ സംസാരമൊന്നും വേണ്ട. എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്താ ഇതിന്റെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ പരിഹരിക്കുകയും ചെയ്തോളാം. തൽക്കാലം ഇതിനെ ചൊല്ലി ഒരു സംസാരം ഇനി ഇവിടെ വേണ്ട. വരുൺ, നീ വേറെ ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട. ഇന്നിവിടെ വന്ന് കയറിയിരിക്കുന്ന ആ പെൺകുട്ടിയുടെ മനസ്സും അവളുടെ കുടുംബക്കാരുടെ മനസ്സും തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ വീടിന് മേൽ, ഈ തറവാടിന് മേൽ ഒരു കുടുംബത്തിന്റെയോ ഒരു പെണ്ണിന്റെയോ ശാപം കണ്ണുനീരായി വന്ന് വീഴാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ദേവനാരായണ തിരുമേനി പറയുമ്പോൾ ദേവനാരായണ തിരുമേനിയെ കുറിച്ചൊക്കെ പരമേശ്വരൻ പറഞ്ഞു. അത് കേട്ടതും ഉടനെ വരുണാക വിഷമത്തോടെ മുത്തശ്ശിയെ നോക്കിയിട്ട് പറഞ്ഞു, മുത്തശ്ശിയെ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. ആ പെൺകുട്ടിയല്ല, ഇവളല്ല എൻ്റെ മണവാട്ടിയായി വന്നിരുന്നത്. ഞാൻ കണ്ട, അല്ലെങ്കിൽ ഞാൻ സ്നേഹിച്ച എൻ്റെ പ്രിയങ്കയെ ഞാൻ കണ്ടതാ മണവാട്ടിയുടെ വേഷത്തിൽ. അവളുടെ ഫോട്ടോ ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തിയെടുത്തതുമാ. ഞാൻ കാണിച്ചു തരാമല്ലോ. ആരെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതെന്നും ആരെയാണ് ഞാൻ താലി കെട്ടിയതെന്നും ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വരുൺ വേഗം തന്റെ റൂമിലേക്ക് പോയി. അവിടെ എടുത്തു വെച്ചിരുന്ന വരുണിന്റെ ആ ക്യാമറ വരുൺ എടുത്തുകൊണ്ട് വരുന്നു. അതിൽ വന്നതും, എന്നാ കാണിക്ക്, നീ കണ്ട പെൺകുട്ടിയുടെ ഫോട്ടോ കാണിക്ക് എന്ന് പറഞ്ഞ് എല്ലാവരും പ്രതീക്ഷയുടെ കാത്തു നിൽക്കുമ്പോൾ വരുൺ വേഗം തന്നെ ക്യാമറ ഓൺ ചെയ്ത് അതിലെല്ലാം നോക്കി. അപ്പോഴേക്കും അതിൽ താൻ സേവ് ചെയ്ത് വെച്ചിരുന്ന, താൻ എടുത്തു വെച്ചിരുന്ന ആ ഫോട്ടോസ് ഒന്നും കാണുന്നില്ല എന്ന് വരുൺ ആശങ്കയായി. വരുൺ ആ ക്യാമറയിലെ ഡ്രൈവ് മുഴുവൻ പരിശോധിച്ചു. ആ ക്യാമറയിലെ മെമ്മറിയിലെല്ലാം നോക്കിയിട്ടും അതിലെങ്കും തന്നെ തന്റെ പ്രിയപ്പെട്ടവളായ രാധികയുടെ ഫോട്ടോ കണ്ടെത്താൻ വരുണിന് കഴിഞ്ഞില്ല. വരുണാകെ നിരാശയോടെ നിൽക്കുമ്പോൾ പരമേശ്വരൻ ചോദിച്ചു, എവിടെ, നീ പറഞ്ഞ ആ ഫോട്ടോ എവിടെ എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു, അയ്യോ, അതിപ്പോ കാണുന്നില്ല ചാ, ഞാനിതിൽ എടുത്തതാണ് എന്ന് പറഞ്ഞതും ഉടനെ എല്ലാവരോടും നോക്കി പരമേശ്വരൻ പറഞ്ഞു, അതെ, ഇനി ഇവിടെ ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട. എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയിക്കോ. വരുണേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇതിനെ ചൊല്ലി ഒരു പ്രശ്നം ഉണ്ടാകാൻ ഇനി ആരും അനുവദിക്കില്ല. എന്തായാലും ഇക്കാര്യത്തിൽ എന്റെ തീരുമാനം അന്തിമം തന്നെയാണ് എന്ന് പറയുമ്പോൾ അത് കേട്ട വരുൺ മുത്തശ്ശിയെ നോക്കിയിട്ട് പറഞ്ഞു, മുത്തശ്ശി, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. ആ പെണ്ണുമായിട്ടൊരു ജീവിതം എനിക്കുണ്ടാവില്ല. അവളല്ല എൻ്റെ പ്രിയങ്ക. ഞാൻ ഇഷ്ടപ്പെട്ടതും മോഹിച്ചതും
വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും ഞാൻ താലി കെട്ടിയതുമൊന്നും അവളെയല്ല. എനിക്ക് ഉറപ്പാണ്. അത് ദേവനാരായണൻ തിരുമേനിയുടെ മകൾ പ്രിയങ്കയല്ല, തീർച്ച എന്ന് പറഞ്ഞ് വരുൺ മുത്തശ്ശിയോട് തന്റെ അവസ്ഥ പറയുമ്പോ സൂര്യയും മറ്റെല്ലാവരും ഒന്നും മിണ്ടാതെ, തന്റെ ദയനീയ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയാതെ, തന്റെ അവസ്ഥ ആരും തന്നെ തിരിച്ചറിയുന്നില്ലല്ലോ എന്ന വിഷമത്തിൽ വരുൺ വേദനയോടെ എല്ലാവരെയും മാറി മാറി നോക്കുന്നു.